ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന. അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോഴേക്കും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ആരോടും പരാതിയില്ല. പോലീസുകാരെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായി കുറ്റം കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ആ ജീവിതത്തിൽ അതൊന്നും തിരിച്ചു കിട്ടത്തില്ല ഒന്നും.